ഈ ഒരു ചാനൽ തുടങ്ങി ഞാൻ ഇതുവരെയ്ക്കും ഉപയോഗിക്കാത്ത ഒരു വാക്കാണ് അണ്ടർ റേറ്റഡ്. ആ ഒരു വാക്കിന് ഏറ്റവും ആപ്റ്റായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സിനിമയാണ് 1994 പ്രിയദർശന്റെ കഥയ്ക്ക് ടി ദാമോദരൻ തിരക്കഥ എഴുതി IVCC സംവിധാനം ചെയ്ത് സുരേഷ് ഗോപിയെ നായകനാക്കി പുറത്തിറങ്ങിയ ദ സിറ്റി. എഴുതിയിട്ടുള്ളതിൽ മിക്ക സ്ക്രിപ്റ്റുകളും അഹെഡ് ഓഫ് ടൈം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് ടി ദാമോദരൻ. ഈ ഒരു പടത്തിന്റെ കാര്യത്തിലും ഇത് അങ്ങനെയൊക്കെ തന്നെയാണ്. മദ്രാസ് സിറ്റിയിലെ ഡ്രഗ് സിൻഡിക്കേറ്റ്സും അവരുടെ ഗ്യാങ് വാറും അവരെ വൈപ്പ് ഔട്ട് ചെയ്യാൻ നടക്കുന്ന നായകനെയും കുറിച്ച് പറയുന്ന ഈ പടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ തുടക്കത്തിൽ ഇതിലെ നായകനെയും ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഈ സിനിമയുടെ തുടക്കത്തിൽ നായകന്റെ ഇൻട്രോസിൽ തന്നെ ഡ്രഗിന്റെ യൂസേജ് നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നൊക്കെ നല്ല വെടിപ്പായി തന്നെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സിനിമയിലെ 2 സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കോളേജിലും ബസ്സിലും വെച്ച് നടക്കുന്ന ഇൻസിഡൻസ് ഒക്കെ വളരെ ബ്രൂട്ടലായിരുന്നു. ശരിക്കും ഈ പടത്തിൽ എന്നെ ഞെട്ടിച്ചളഞ്ഞത് ഈ സിനിമയിൽ വില്ലനായിട്ട് വന്ന ആനന്ദരാജായിരുന്നു. ഇങ്ങനെയുടെ ഈ പടത്തിലെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഡിക്കിലോണ എന്ന പടത്തിൽ പുള്ളി പറഞ്ഞ ഡയലോഗാണ്, ഡേയ് ഞാൻ ഭാഷാവെ കെട്ടിപ്പോട്ട് അടിച്ചവണ്ട. അന്ധകാലത്തിൽ ഇമാതിരി വില്ലൻസം കാണിച്ച ആളാണ് ഇന്ന് ഫുള്ള് കോമഡി കഥാപാത്രമായിട്ട് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് നടക്കുന്ന ഗ്യാങ് വാറിൽ ഒരു ബുള്ളറ്റും തോക്കെടുത്ത് പുള്ളൊരു വരവുണ്ട്. പിന്നെ പടത്തിന്റെ ഡയറക്ടർ IVCC ആയതുകൊണ്ട് അവിടെ ഇവിടെയായിട്ട് കുറെ സീനുകളൊക്കെ ഉണ്ട്. ഡ്രഗ് ഫ്രീ സൊസൈറ്റിക്ക് വേണ്ടി പോരാടുന്ന LC ഫാൻസ് ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഈ പടം ഒന്ന് കാണണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ പടത്തിൽ ഒരു റയർ കോംബോ, ഇതിലെ നായകൻ സുരേഷ് ഗോപിയും ഇതിന്റെ കഥ എഴുതിയ പ്രിയദർശനും. ഇവരുടെ പ്രൈം ടൈമിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചിരുന്നെങ്കിൽ ഒരുപടി നല്ല സിനിമകൾ മലയാളത്തിൽ വന്നിരുന്നേനെ എന്നാണ് എന്റെ ഒരു വ്യൂ പോയിന്റ്. ഇനി എന്തായാലും അതിന് സാധ്യതയില്ല. എന്തായാലും ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക.